ഗംഭീരം ഗംഭീരം. ഈ നഗരത്തിന്റെ ഭൂപടത്തിൽ കുറെ ചുവന്ന മഷിയിലുള്ള അടയാളങ്ങൾ കുറിക്കപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം അങ്ങ് മഹാനഗരത്തിൽ സംഭവിച്ചതുപോലെ കുറെ ഉഗ്രൻ സ്ഫോടനങ്ങൾ. സമ്മതിച്ചിരിക്കുന്നു, ഗംഭീരമായിട്ടുണ്ട് നിന്റെ പട്ടേലിന്റെ പദ്ധതി. പക്ഷേ ഈ നഗരം തകർത്ത് ചാമ്പലാക്കും മുമ്പ്, നനഞ്ഞ പൂച്ചകളെ പോലെ നമ്മളൊക്കെ രക്ഷപ്പെടും മുമ്പ് എനിക്ക് ചിലതൊക്കെ കൂടി ചെയ്തു തീർക്കാനുണ്ട്. നാടകവേദികളിൽ തേച്ചുമിനുക്കിയ അഭിനയ മികവോടെ സിനിമയിലെത്തിയ നടൻ നരേന്ദ്രപ്രസാദ് ഇല്ലാത്ത അഭിനയ ലോകം 11 വർഷം പിന്നിട്ടു. ഉണ്ണി, ദേവദാസ്, മാതാജി, കറിയാച്ചൻ, വേലായുധൻ, എന്നോട് കൂറ് കാണിച്ചവർ, അവരുടെയൊക്കെ പേരിൽ വീട്ടാൻ കുറച്ച് കടങ്ങൾ ബാക്കിയുണ്ട്. മാധവൻ ചെയ്തതുപോലെ ഓരോരുത്തരെയായിട്ട്. ഒടുവിൽ അവനെയും. ഒരുതരം ചീപ്പ് റിവെഞ്ച്, ബട്ട് ഐ വാണ്ട് ഇറ്റ്. നാട്യഗ്രഹം എന്ന നാടകവേദിയായിരുന്നു നരേന്ദ്രപ്രസാദിന്റെ തട്ടകം. അവിടെ നിന്ന് 1990-ൽ ഉണ്ണിക്കുട്ടന് ജോലി കിട്ടി എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്കും എത്തി. വായനയിൽ, എഴുത്തിൽ, അരങ്ങിൽ എല്ലാം പരന്നുകിടന്ന പ്രതിഭയുടെ ഒഴിവിനു കൂടിയാണ് 11 വർഷം തികയുന്നത്. നരേന്ദ്രപ്രസാദിലെ നടനോടൊപ്പം അദ്ദേഹത്തിലെ എഴുത്തുകാരനും അധ്യാപകനും മികച്ച വായനക്കാരനും ഓർമ്മയിലേക്ക് പോയി. എന്നെ ഒതുക്കാൻ നിങ്ങൾ ശ്രമം തുടങ്ങിയിട്ട് കാലം കുറയായി. എനിക്കറിയാം നിങ്ങളുടെ മനഃശാസ്ത്രം. സഖാവെന്ന് ഒപ്പം നിന്ന് വിളിക്കുന്നതിനേക്കാൾ ഓച്ചാനിച്ചെന്ന് സാറെന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. രഹസ്യമായിട്ടാണെങ്കിൽ തമ്പുരാനെന്നും. അക്ഷരങ്ങളിലൂടെയാണ് നരേന്ദ്രപ്രസാദ് തന്നെ അടയാളപ്പെടുത്തി തുടങ്ങിയത്. പന്തളം NSS കോളേജിൽ നിന്ന് ഗണിതശാസ്ത്രത്തിൽ ബിരുദം നേടിയ ശേഷം ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദത്തിന് ചേർന്ന നരേന്ദ്രപ്രസാദ് കേരള സർവകലാശാലയിലെ പഠനകാലത്താണ് എഴുത്തിലേക്ക് തിരിയുന്നത്. ഒന്നും കാണാതെ നിങ്ങൾ ഇവളെ വിളിച്ചോണ്ട് വരത്തില്ലല്ലോ. നിങ്ങളിൽ ആരാടാ ഇവളുടെ കൊച്ചിന്റെ തന്ത? മച്ചമ്പ എന്തിനാ വെറുതെ ബഹളം വെക്കുന്നത്? വന്നത് ഇവിടെ അണ്ണനൊന്നും അല്ല. അതല്ല ചോദിച്ചതിന് സമാനം പറ. ഒരേ സമയം മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതി. കടമനിട്ട രാമകൃഷ്ണന്റെ ശാന്തയെ ഇന്ത്യൻ കവിതയിലെ അപൂർവ ദർശനമായി നിരീക്ഷിക്കുന്ന നരേന്ദ്രപ്രസാദ് അത് വിപ്ലവപരതയോടെയുള്ള ആന്തരിക സത്യത്തിന്റെ പ്രവചനമായി മലയാള കവിതയെ സമ്പന്നമാക്കുന്നുവെന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. കടമനിട്ട കവിതയ്ക്ക് അതൊരു പുതിയ വായനയായിരുന്നു. പിന്നീട് 100ഓളം സിനിമകളിൽ വ്യത്യസ്തങ്ങളായ വേഷപ്പകർച്ചകൾ. തലസ്ഥാനം, ആറാം തമ്പുരാൻ, മേലെപ്പറമ്പിൽ ആൺവീട്, പൈതൃകം, ഏകലവ്യൻ, കളിയാട്ടം, അങ്ങനെ നരേന്ദ്രപ്രസാദിന്റെ മികവ് കണ്ട ചിത്രങ്ങൾ അനവധി. പൈതൃകത്തിലെ അഭിനയത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. നിങ്ങൾ അന്യോന്യം മനസ്സിലാക്കിയിട്ടല്ലേ ഒന്നിച്ചായത്? ഇപ്പൊ പിന്നെ അത് അന്ന് ഗായത്രി, അന്ന് അവൾ എന്റെ ആദർശത്തിനൊപ്പം നിന്നു. ഉണ്ണി, നിങ്ങൾ അന്യോന്യം ഇഷ്ടായി. 7 ചുവട് വെച്ചു, 7 പദം പറയുകയും ചെയ്തു. എനിക്ക് എന്റെ ആദർശമാണ് വലുത്. ഞാൻ അതിനുവേണ്ടി എന്തും സഹിക്കും. ഭാര്യയും മകനും പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല. ഉണ്ണിയുടെ കാര്യം പറഞ്ഞില്ല. ഞാൻ വളർത്തും എന്നെപ്പോലെ. എന്റെ മകൻ എന്നെപ്പോലെ ആവണം. എന്റെ മകനെ കുറിച്ച് ഞാനങ്ങനെ വാശി പിടിച്ചില്ലല്ലോ. ആറാം തമ്പുരാനിൽ മോഹൻലാലിന്റെ ജഗന്നാഥനോടൊപ്പം തലയെടുപ്പായിരുന്നു നരേന്ദ്രപ്രസാദിന്റെ അപ്പൻ തമ്പുരാനും. ഏകലവ്യനിലെ സ്വാമിജി നരേന്ദ്രപ്രസാദിന്റെ ഭാവങ്ങളിൽ ഭദ്രമായിരുന്നു. ഇവനെ സൂക്ഷിക്കണം. അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. അവന്റെ വാക്കിന് സൂചിവിനയുടെ മൂർച്ച. ചാത്തന്മാരുടെ മുഖപ്രസാദം നഷ്ടമായിരിക്കുന്നു. കാരണമറിയാത്തൊരു ഉത്കണ്ഠ എന്റെ മനസ്സിലും വളരുന്നു. പിഴയ്ക്കാത്ത ചുവടുകളുമായി അവൻ ഈ മണ്ണിലേക്ക് നടന്നെത്തിയത് അതൊരു വെറും യാത്രയല്ല. എന്തോ എവിടെയോ ഒരുങ്ങുന്നുണ്ട്. മേലെപ്പറമ്പിൽ ആൺവീട്ടിൽ തമാശയുടെ തറവാട്ടുകാരനവരായും അദ്ദേഹം തിളങ്ങി. നരേന്ദ്രപ്രസാദ് കഥാപാത്രത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അതിലെ ചിരി മുഴുവൻ. ഓൾ പറയണത് വാഴുന്നവര് കേൾക്കണം. ഇക്കാര്യത്തിൽ ഓൾ അല്പമെങ്കിലും കുറ്റക്കാരിയാണെങ്കിൽ ഈ പെരുമലയന്റെ നേർക്കുള്ള എന്റെ എല്ലാ ശാപവും എന്റെ മേൽ തന്നെ പതിക്കട്ടെ. കളിയാട്ടത്തിൽ താമരയുടെ അച്ഛൻ വേഷത്തിൽ ഒഥല്ലോയിലെ സംഭാഷണങ്ങൾ അത് കോളേജിൽ പഠിപ്പിച്ച് തെളിഞ്ഞതുകൊണ്ടാകാം നരേന്ദ്രപ്രസാദിന് അനായാസം വഴങ്ങി. ഓള് അച്ഛനെ വഞ്ചിച്ചോളാണ്.
നിന്നെയും വഞ്ചിച്ചേക്കാം. തിരശീലയിൽ മാത്രമല്ല അതിനു പിന്നിലും നരേന്ദ്രപ്രസാദ് ഉണ്ടായിരുന്നു. വൈശാലിയിലെ ബാബു ആന്റണിയുടെ കഥാപാത്രത്തിനും ചിത്രത്തിലെ വിശ്വനാഥനും ശബ്ദം നൽകിയത് നരേന്ദ്രപ്രസാദാണ്. അങ്ങ് ചമ്പാപുരിയിലേക്ക് വരണം. ജപഹോമകർമ്മങ്ങളുടെ നേതൃത്വം അങ്ങ് ഏറ്റെടുക്കണം. ശാപം കൈവിട്ട് കഴിഞ്ഞ ആയുധം പോലെയാണ്. തിരിച്ചെടുക്കാൻ അയച്ചവന് കൂടി അസാധ്യമാണ്. രാജാവിനോട് പിണങ്ങിപ്പോവുകയല്ല, തികച്ചും വ്യക്തിപരമായ ആവശ്യങ്ങൾ കൊണ്ടാണ് ചമ്പാപുരി വിടുന്നതെന്ന് അങ്ങന്ന് പറഞ്ഞു. അഭിനയ തികവിന് അർഹിച്ച അംഗീകാരങ്ങളൊന്നും നരേന്ദ്രപ്രസാദിനെ തേടിയെത്തിയില്ല. എന്നാൽ വെള്ളിത്തിരയിലും പുസ്തകങ്ങളിലും നിറഞ്ഞ സാന്നിധ്യമായി അതിനെയെല്ലാം അതിജീവിച്ചു മരണം വിളിച്ചതിന്റെ ഈ 11ാം വർഷത്തിലും നരേന്ദ്രപ്രസാദ്. ദൈവങ്ങളെ പോലെയാവണം നേതാക്കൾ. ഒരു കൈകൊണ്ട് അനുഗ്രഹിക്കുമ്പോഴും മറുകൈ കൊണ്ട് പ്രളയവും ഭൂകമ്പവും വരുത്തുന്ന ദൈവങ്ങളെ നമ്മൾ ഭയക്കുന്നില്ലേ? അതുപോലെ മനസ്സിന്റെ ഒരു പകുതി കൊണ്ട് ആരാധിക്കുമ്പോഴും മറ്റേ പകുതി കൊണ്ട് അണികൾ നേതാക്കന്മാരെ ഭയപ്പെടണം. ഇപ്പോ മീരയുടെ മുഖത്ത് കാണുന്ന ഭയപ്പാടില്ലേ, ഒരുതരം ഫിയർ കോംപ്ലക്സ്. വേണ്ട, ഭാവം മാറ്റണ്ട. എന്നോട് ഇടപെടുന്നവരുടെ മുഖത്ത് ഈ ഭാവം ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട്. ഓരോ മരത്തിനും 1000 കഥകൾ പറയാനുണ്ടാകും. സന്തോഷത്തിന്റെയും സങ്കടത്തിന്റെയും കഥകൾ. അകക്കണ്ണുള്ളവർക്കേ ആ കഥകൾ കേൾക്കാനും കാണാനും കഴിയും. അങ്ങനെ മരത്തിന്റെ കാണാകഥകൾ കേട്ട് അത് സമൂഹത്തിന് പകർത്തിയ ഒരു ഫോട്ടോഗ്രാഫറെ പരിചയപ്പെടാം. ഉദയഭാനു. ഇത് ചിത്രകാരന്റെ സൃഷ്ടിയല്ലെന്നും പ്രകൃതിയിൽ നിന്ന് പകർത്തിയ നേർചിത്രങ്ങളാണെന്നും കാഴ്ചക്കാരൻ അത്ഭുതത്തോടെ അറിയുമ്പോൾ മരത്തിന്റെ നിലവിളികൾ അലോസരപ്പെടുത്താതിരിക്കില്ല. ഇന്ത്യക്ക് പുറമെ UAE, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ നിന്ന് പകർത്തിയ മരക്കാഴ്ചകളും ഉദയഭാനുവിൻ്റെതായിട്ടുണ്ട്. ഫോട്ടോ എടുത്ത് പ്രിന്റ് ചെയ്യുന്നതുവരെ ഓരോന്നിലും അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായവും സൂക്ഷ്മതയുമുണ്ട് ഇദ്ദേഹത്തിന്. കാടിനപ്പുറം മരം കാണാനും മരത്തിന്റെ ഭാഗങ്ങൾ ഭാവങ്ങളായത് എങ്ങനെയെന്ന ചോദ്യത്തിനും കൃത്യമായ ഉത്തരമുണ്ട് ഉദയഭാനുവിന്. ഫോട്ടോഗ്രാഫിയുടെ കണ്ടുപിടുത്തം ചിത്രകാരന്മാർക്ക് ചിത്രകലയിൽ പുതിയ സങ്കേതങ്ങൾ തിരഞ്ഞുപോകാൻ പ്രേരണയും നിർബന്ധിതവുമായ പോലെ പുതിയ കാലത്ത് ഫോട്ടോഗ്രാഫർമാരും പുതുമ തേടാൻ നിർബന്ധിതരാണെന്ന് ഉദയഭാനു. ഫോട്ടോഗ്രാഫർ സാധാരണ ദൃശ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് കടക്കേണ്ട ഒരു, എനിക്ക് മാത്രമല്ല ലോകം മൊത്തം തന്നെ ഈ ഫോട്ടോഗ്രാഫേഴ്സ് അത് നേരിടും, ഒരു അതിജീവനത്തിൻ്റെ കാര്യം. അപ്പോൾ ആ സമയത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പണ്ട് ചിത്രകാരന്മാർ പോയ ഒരു വഴി അബ്സ്ട്രാക്റ്റ് ഈ പറഞ്ഞ ഇസങ്ങളിലേക്കൊക്കെ എൻ്റെ ശ്രദ്ധ വരുന്നത്. അപ്പം മനഃപൂർവ്വം ആ ശ്രദ്ധയിലേക്ക് കാര്യങ്ങൾ തിരിച്ചുവിടും. എന്താണ് നമുക്ക് പുറത്ത് ഈ ഒരു കാര്യം സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു, അതിനെയല്ലേ ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു ഇമേജറി എനിക്ക് സൃഷ്ടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നേച്ചറിലേക്ക് തിരിഞ്ഞു നോക്കും. മരങ്ങൾ ധാരാളം ഉണ്ട്, മരങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു, സൂം ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു. അതെന്ത് സംഭവിക്കുന്നു, ഈ പറയുന്ന എല്ലാതരം പെയിൻറ്റിങ്ങിൻ്റെ തരത്തിലേക്കും മാറി 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 വരുന്നു. പക്ഷെ വാസ്തവത്തിൽ അങ്ങനെ എടുത്തത് കാരണം ഇപ്പോൾ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ. പക്ഷേ ഈ ഇമ്പാക്റ്റ് ഞാൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു വിഷയം പറയാൻ വേണ്ടിയിട്ട്. മരത്തിൻ്റെ ഇമേജ് ഞാൻ എടുത്തിട്ട് എൻ്റെ സൗകര്യത്തിന് ഉപയോഗിക്കാതെ മരത്തിൻ്റെ തന്നെ ഒരു കഥയാക്കി മാറ്റി, മരം ഒരു കാര്യം പറയാൻ ശ്രമിക്കുന്നു, വൃക്ഷം ഒരു കാര്യം പറയാൻ ശ്രമിക്കുന്ന തരത്തിലേക്ക് മാറ്റിയപ്പോൾ ഇത് മൊത്തമായിട്ട് എന്തായി, സിങ്കായി, ഫുള്ളി സിങ്കായി. മനുഷ്യനെ കണ്ട് പേടിക്കുന്ന മരം, കുരങ്ങിനെ സ്വീകരിക്കുന്ന മരം, ആയുസ് മുഴുവൻ പൂക്കളും ഫലങ്ങളും പൊഴിച്ച മുത്തശ്ശി മരം, വെട്ടാനോങ്ങുന്ന മഴുവിന്റെ തിളക്കമറിയുന്ന മരം തുടങ്ങിയ കാഴ്ചകൾ ശ്രദ്ധേയമാണ്. തന്റെ ലോകസഞ്ചാരത്തിന്റെ ആൽബവും ഉദയഭാനു പ്രദർശിപ്പിക്കുന്നുണ്ട്. കോഴിക്കോടും തൃശ്ശൂരും തിരുവനന്തപുരത്തും പ്രദർശനം നടത്തി. ഒരു കാര്യം ഉറപ്പ്,
ഉദയഭാനുവിന്റെ ഫോട്ടോ പ്രദർശനം കാണുന്ന ഒരാൾക്ക് മരത്തെ സൂക്ഷ്മതലത്തിൽ വീക്ഷിക്കാനാകും. വെട്ടിമാറ്റാൻ പാടില്ലെന്ന അറിവ് തന്നെയാണ് ഉദയഭാനുവിന്റെ ഫോട്ടോകളുടെ രാഷ്ട്രീയം. കോട്ടയം തിരുനക്കര മൈതാനത്ത് ബാലചന്ദ്ര മേനോനോടുള്ള ആദരസൂചകമായി ഒരു സ്റ്റേജ് ഷോ സംഘടിപ്പിച്ചു. സകലകലാവല്ലഭനോടൊത്ത് ഇത്തിരി നേരം എന്ന പേരിൽ. സംഗീതവും നൃത്തവും ഇഴചേർന്നതായിരുന്നു സകലകലാവല്ലഭനോടൊത്ത് ഇത്തിരി നേരം എന്ന സ്റ്റേജ് ഷോ. ബാലചന്ദ്രമേനോന്റെ ആദ്യ സിനിമയായ ഉത്രാടരാത്രിയിൽ എന്ന ചിത്രത്തിലെ അവിസ്മരണീയ നിമിഷങ്ങൾ കോർത്തിണക്കിയ ഡോക്യുമെന്ററിയോടെയായിരുന്നു തുടക്കം. സരസ്വതി വന്ദനത്തിനു ശേഷം ബാലചന്ദ്രമേനോൻ എന്ന അതുല്യ പ്രതിഭയുടെ സിനിമാ ജീവിതത്തിന്റെ ഓർമ്മപ്പെടുത്തലുകൾ പരിപാടിക്ക് മിഴിവേകി. പിന്നീട് ബാലചന്ദ്രമേനോൻ സദസ്സിനെ കയ്യിലെടുത്തു. ചലച്ചിത്ര ജീവിതത്തിലെ കോട്ടയത്തെ സ്മരണകളിൽ നിറഞ്ഞു നിന്നവരെ ചടങ്ങിൽ ആദരിച്ചു. ജയവിജയന്മാരിലെ ജയനും ഗാനങ്ങൾ കൊണ്ട് വിസ്മയം തീർത്തു. കോട്ടയം ആർട്സ് ഫൗണ്ടേഷനായിരുന്നു പരിപാടിയുടെ സംഘാടകർ.